നിലവിൽ നമ്മുടെ സുസുക്കി ജിംനി ഒരു 10-15 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഓൺ റോഡ് നമുക്ക് ഇറക്കാൻ സാധിക്കും. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു പ്രോപ്പർ ഫോർ വീൽ ഡ്രൈവ് കോമ്പാക്ട് എസ് യു വി ആണ് സുസുക്കി ജിംനി. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങളൊരു ഫോർ വീൽ ഡ്രൈവ് എസ് യു വി നോക്കുന്നുണ്ട്, അതും കോമ്പാക്ട് സൈസിൽ വിത്ത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനിൽ നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മോഡലാണ് സുസുക്കി ജിംനി. സുസുക്കി ജിംനി കൊണ്ട് പല ഉപകാരങ്ങളാണ്. ഒന്ന്, ടൗണിൽ കൊണ്ടു നടക്കാൻ സുഖം. ടേണിംഗ് റേഡിയസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പാർക്ക് ചെയ്യാനും കൊണ്ടു നടക്കാനും പക്കാ സുഖമാണ്. ഇനി ഏത് ഓഫ് റോഡ് കണ്ടാലും നമുക്ക് കയറ്റിക്കൊണ്ട് പോകാം, അത്രത്തോളം ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. എന്തിന് താറിന് വരെ ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ വെല്ലുന്നൊരു വാഹനമാണ് സുസുക്കി ജിംനി. അപ്പോൾ ജിംനിയുടെ നമ്മുടെ കാത്തിരിപ്പ് പറയാം, ഇന്ത്യക്കാർ ഇത്രത്തോളം കാത്തിരുന്ന മറ്റൊരു വാഹനം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം നമ്മൾ സ്നേഹിച്ച് കാത്തിരുന്ന് വന്നു കഴിഞ്ഞപ്പം ഒടുക്കത്തെ പ്രൈസിങ്, ഓവർ പ്രൈസിലൊന്നും പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറത്തെ പ്രൈസിങ്. അപ്പോൾ ആൾക്കാർക്ക് ആർക്കും കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തായി ജിംനി. പല ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളും വാഹനം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ആദ്യകാലത്തൊന്നും എടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ കുറച്ച് നാളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല പ്രശസ്ത ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളും ഈ വാഹനം എടുക്കുന്നുണ്ട്. അതിന് കാരണക്കാരൻ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇവൻ അടിപൊളിയാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ സുസുക്കി ജിംനിയുടെ ഒരു ഓട്ടോമാറ്റിക് വേർഷൻ്റെ ക്വിക്ക് ഒരു വാക്ക് റിവ്യൂ ആണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത്. സുസുക്കി ജിംനി കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ബോക്സി ഡിസൈനാണ്. ഗ്ലാസ് ഏരിയ നോക്കിയാലും ബോണറ്റ് ഷെല്ല് നോക്കിയാലും ഡോർ നോക്കിയാലും മൊത്തത്തിലൊരു ഫ്ലാറ്റ് രൂപമാണ്. എന്ത് ജി വാഗൻ്റെ ഒക്കെ ഒരു ഷേപ്പാണെന്നാണ് പറയേണ്ടത്. ഒരു മിനി ജി വാഗണൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ലുക്കുള്ളൊരു വാഹനം കൂടിയാണ് സുസുക്കി ജിംനി. ജസ്റ്റ് നിങ്ങളൊന്ന് ഫ്രണ്ട് ഗ്രില്ലൊന്ന് ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലൊരെണ്ണം കയറ്റുക, ഓൾ ടെറൈൻ ടയറും ഇട്ട് കഴിഞ്ഞാൽ ജിംനിയുടെ ലുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് മാറും. ഇവനൊരു കിഡിലൻ ലുക്കുള്ളൊരു വാഹനം ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ പലപ്പോഴും റോഡിലൂടെ പോകാൻ നേരത്ത് കാണാറുണ്ട്. അപ്പോൾ നല്ലത് ഒരു ഡീസൻ്റായിട്ട് മോഡിഫൈ ചെയ്ത ജിംനി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നാണ് പറയേണ്ടത്. നമുക്ക് മിററിൻ്റെയൊക്കെ ഒരു ഡിസൈൻ കാണാം, വളരെ വ്യത്യസ്തമായിട്ടുള്ള വാഹനമാണ്. മാരുതിയുടെ ലൈനപ്പിൽ ജിംനി പോലും മറ്റൊരു വാഹനമില്ല. കാരണം അങ്ങേയറ്റം യുണീക്കായിട്ടുള്ളൊരു വാഹനമാണ്. ഈ ഒരു ആൻറ്റിന കൊടുത്തിരിക്കുന്ന പ്ലേസ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇതൊന്ന് കവർ ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു സുസുക്കി ജിംനിയാണെന്നുള്ള കാര്യം. ആ വിൻഡോ ലൈനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ബോണറ്റ് ഷെല്ലും ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതും നല്ല കനത്ത ബോഡി ഗ്ലാഡിങ്ങും ഒക്കെ ചുറ്റും കൊടുത്തിരിക്കുന്നതും ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും മൊത്തത്തിലൊരു അടിപൊളി വാഹനമാണ്. സൈഡ് പ്രൊഫൈൽ കാണാൻ നേരത്തും ജിംനി ഒരു രക്ഷയില്ല എന്നാണ് പറയേണ്ടത്. നമുക്ക് പെട്ടെന്ന് തന്നെ, നിങ്ങളിപ്പോൾ ഒരു വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് റോഡിൽ, എങ്കിൽ കൂടി ഇതിൻ്റെ റിയർ ഡിസൈനും ജസ്റ്റ് ഒന്ന് നോക്കാം. റിയർ ഡിസൈൻ നോക്കാൻ നേരത്ത് കാണാം, സ്പെയർ ടയർ ബൂട്ട് ലിഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ടെയിൽ ലാമ്പൊക്കെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ജിംനി എന്നുള്ള ലോഗോ കാണാം. നമുക്കിതേ ബൂട്ട് ലിഡ് വൺ ടച്ച് ഓപ്പൺ ആണ്, ഹൈഡ്രോളിക് ജാക്കാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസും ഉണ്ട്. 50-50 നമുക്കിത് ഫോൾഡ് ചെയ്താം, അപ്പോൾ ബൂട്ട് സ്പേസ് ഒന്ന് വർദ്ധിപ്പിക്കാം. ഒരു ബൂട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടിട്ട് വൈകുന്നേര സമയത്തൊക്കെ ഇരിക്കാനും ഒരു വൈബാണ്. ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡൊക്കെ പോയിട്ട് വേറൊരു വൈബാണ്. ജിംനി മൊത്തത്തിലൊരു വേറൊരു ട്രെൻഡ് സെക്ടറാണ്, അല്ലെങ്കിൽ കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളവർക്ക് പറ്റിയ വാഹനമാണ്. കുറച്ച് മറ്റുള്ള ഇന്ത്യൻ മാർക്കറ്റിലെ മറ്റു കാർസൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഒന്ന് ഔട്ട്ഡേറ്റഡ് അല്ല, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കും. ഔട്ട്ഡേറ്റഡ് അല്ല, ജിംനി ഒരു ഓൾഡ് സ്കൂൾ വാഹനമാണെന്ന് പലരും പറയാറുണ്ട്. അത് ശരിയാണ്, കാരണം പഴയ ടെക്നോളജിയുള്ള എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്, പഴയ ടെക്നോളജി ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെതായ കാപ്പബിലിറ്റി ഉണ്ടെന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് ഇന്റീരിയറിൽ കയറിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ പോകാം. സുസുക്കി ജിംനിയുടെ ഇന്റീരിയറാണ് നിങ്ങൾ കാണുന്നത്. ഒരു ഓഫ് റോഡ് വാഹനത്തിനായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഴയ ജിപ്സിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാരുതി ബലേനോയിലൊക്കെ കാണുന്ന അതേ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഈ ഒരു പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 9-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റം. മൈലേജ് ഇപ്പോൾ 5.9 ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഒരു 10 വരെയെങ്കിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചെറിയ ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു ഹൈഡ്രോളിക് ഫീൽ കിട്ടുന്ന ഒരു ടൈറ്റുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഡ്രൈവിൻ്റെ സമയത്ത് പറയാം. ആൽഫ ആയതുകൊണ്ട് തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. പവർ വിൻഡോയുടെയൊക്കെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. നമ്മൾ കാണുന്ന ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, ഒരു 4-speed ഓട്ടോമാറ്റിക് ആണ്. പാഡ് ഷിഫ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. 6 എയർ ബാഗും ബാക്കി സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം ജിംനി ശ്രദ്ധിച്ചിട്ടുണ്ട്. താറിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു തരത്തിലുള്ള വിൻഡോ ലൈനാണ്. ആ ബോണറ്റിലൊക്കെ കണ്ടുകൊണ്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാതെ ഒരു പ്രത്യേക രസമാണ്. സൈഡ് വിൻഡോ ലൈനായാലും തീരെ താഴ്ന്നു തന്നെയാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതും കൊള്ളാം. ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സപ്പോർട്ടീവ് ആയിട്ടുള്ള വളരെ നാരോ ആയിട്ടുള്ള സീറ്റാണ്. ഇവിടെ നമുക്ക് ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്. 4 വീൽ ഡ്രൈവിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു കുട്ടി ലിവർ, അതും കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ പവർ വിൻഡോ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു പോർഷനിലാണ്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ. ഇനി നമുക്ക് റിയർ സൈഡിൽ നോക്കിയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ സുസുക്കി ജിമ്മിലോട്ട് കയറുമ്പോൾ ഒരു ഓഫ് റോഡ് വാഹനത്തിൽ കയറുന്ന ആ ഒരു ഫീലൊക്കെ ലഭിക്കുന്നുണ്ട്. കുറച്ചൊരു ബോഡി റോളും ഒരു ഹൈറ്റിലുള്ള ഒരു ഇരിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ്. സെൻട്രൽ ടേണിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ 2 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു 4 സീറ്ററായിട്ട് ജിംനിയെ കണ്ടാൽ മതി. എങ്കിലും 5 ഡോർ ഉള്ളതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ പ്രോപ്പർ SUV ആണെന്നാണ് പറയേണ്ടത്. കാരണം 4 വീൽ ഡ്രൈവ് ഉണ്ട്, 5 ഡോർ ഉണ്ട്, ഒരു കിഡിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വിത്ത് 4 വീൽ ഡ്രൈവിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രോപ്പർ ഒരു 4 സീറ്റ് ലൈഫ് സ്റ്റൈൽ കോമ്പാക്ട് SUV ആയിട്ട് നമുക്ക് സുസുക്കി ജിംനിയെ കാണാം.
ആ ഡോർ പാഡിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പവർ വിൻഡോയുടെ സ്വിച്ച് കൊടുത്തിരിക്കുന്ന വെറൈറ്റി ആയിട്ടുണ്ട്. പഴയ ബലേനിലൊക്കെ കാണുന്ന പോലെ കപ്പ് ഹോൾഡറോ കാര്യങ്ങളോ ഒന്നും ഡോർ പോക്കറ്റിലില്ല. എന്നാൽ ഇവിടെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. തൈ സപ്പോർട്ട് കുറവാണ്. കംഫർട്ടിൻ്റെ കാര്യമാണെങ്കിലും ഓക്കെ എന്നേ പറയാനുള്ളൂ. ഇനി നമുക്ക് സുസുക്കി ജിംനി 1.5 ലിറ്റർ വരുന്ന 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ വരുന്ന ആ ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ സുസുക്കി ജിംനി ആൽഫ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. പുഷ്പട്ട സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഗിയർ ബോക്സ് വരുന്നത്. 4 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ടോർക്ക് കൺവേർട്ടർ. 1.5 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ നാച്ചുറലി ആസ്പെക്ട് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അധികം പെർഫോമൻസ് ഒന്നും നിങ്ങൾ ആഗ്രഹിക്കരുത്. പക്ഷേ ഓഫ് റോഡിന് തന്നെ പറ്റും. ഒരു ഹൈഡ്രോളിക് സെറ്റപ്പിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതും ഫുള്ളി ലെതർ റാപ്ഡ് ആണ്. അതും കൊള്ളാം. അത്യാവശ്യം നല്ലപോലെ റിട്ടേൺ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആ ഇന്റീരിയറിന്റെ വിട്ടൊക്കെ വളരെ കോമ്പാക്റ്റ് ആണ്. എന്നാൽ ഒരു ഓഫ് റോഡ് വാഹനമാണ് ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീൽ നമുക്ക് ലഭിക്കും. കാരണം ഈ ഒരു ഗ്ലാസ് ഏരിയയും ആ ഒരു ബോണറ്റൊക്കെ കണ്ട് വൈപ്പറിൻ്റെ ഒക്കെ ഒരു പ്ലേസിങ് ആയാൽ തന്നെ രസമുണ്ട്. ഒരു ജീപ്പിന്റെ സെറ്റപ്പ് ഈ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. മീറ്റർ കൺസോളൊക്കെ കാണുമ്പോൾ നമുക്ക് ജിപ്സിയാണ് ഓർമ്മ വരുന്നത്. കൊള്ളാം. മാരുതി ആ ഒരു തനത് ഹോണും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വിസിബിലിറ്റിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾക്ക് നല്ല ഭംഗിയുള്ള ലൊക്കേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീരെ മോശം റോഡാണ്. എന്നാലും സസ്പെൻഷന്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. അടിപൊളിയാണെന്നാണ് പറയേണ്ടത്. എന്താ നല്ല രസമുണ്ട് വണ്ടി. ഇത് ശരിക്കും ഓഫ് റോഡിലാണ് ഓടിച്ച് കാണിക്കേണ്ടതെങ്കിൽ കൂടി നമുക്കിപ്പോൾ നല്ല ഓഫ് റോഡൊന്നും കിട്ടാത്തതുകൊണ്ട് അത്യാവശ്യം മോശപ്പെട്ട വഴി കേരളത്തിൽ എവിടെ നോക്കിയാലും കാണും. അതുകൊണ്ട് തന്നെ മോശം റോഡിൽ കൂടിയൊക്കെ കൊണ്ടുപോകാൻ അടിപൊളിയാണ്. ഞാനിതിനു മുമ്പ് മാനുവൽ വെർഷൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാനുവലിൻ്റെ ഗിയറൊക്കെ വളരെ ടൈറ്റാണ്. പിന്നെ ക്ലച്ച് ഒന്നും വലിയ എനിക്ക് അത്ര സൂചിച്ചില്ല. അണ്ടർ പവർഡായിട്ടൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് ഒരു രസമുണ്ട്. ഒരു കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് തന്നെ സിറ്റി ഡ്രൈവിനും പറ്റും. നിങ്ങളൊരു ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ സിറ്റി ഡ്രൈവ് നടക്കും, ഓഫ് റോഡും നടക്കും, ഒരു ലൈഫ് സ്റ്റൈൽ വാഹനമായിട്ട് വീട്ടിൽ കിടക്കുകയും ചെയ്യും. എല്ലാം കൊണ്ടും കൊള്ളാം. ഇപ്പോൾ സുസുക്കി ജിംനി ഇനി തള്ളിക്കളയണ്ട. ആദ്യമൊക്കെ ഓവർ പ്രൈസ്ഡ് ആണ് സമ്മതിച്ചു. പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനൊരു വാല്യൂ ഫോർ മണി പ്രപ്പോർഷനിലാണ്. എടുത്ത് അത്യാവശ്യം മോഡിഫൈ ചെയ്തൊക്കെ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. ഈ ഒരു ചെറിയ സ്പീഡിലൊക്കെ അടിപൊളിയാണല്ലോ. നമുക്ക് ടോപ്പ് എൻഡ് പുഷ് ചെയ്യാനൊന്നും സുസുക്കി ജിംനിയെ കൊള്ളത്തില്ലെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾക്കിപ്പോൾ ഒരു വീക്കെൻഡ് ഡ്രൈവിനൊക്കെ പോകാനാണെങ്കിലും നമുക്ക് ഗ്രാമപ്രദേശത്തുകൂടി എവിടെ വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പോകാനും ഒരു ഓഫ് റോഡ് പോകാനും ഒക്കെ കൊള്ളാം. നല്ല രസമാണ്. ഹാൻഡിൽ ചെയ്ത് കൊണ്ടു നടക്കുമ്പോഴും നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടു നടക്കാം. ലേഡീസിനൊക്കെ പറ്റും. കാരണം നല്ല വിസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ലേഡീസിനും ഒരു അടിപൊളി ചോയ്സ് ആയിരിക്കും സുസുക്കി ജിംനി. പിന്നെ പവർ ടോർക്ക് ഫിഗേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. ഏകദേശം 100 PS പവറും 130 സംതിങ് തന്നെ ടോർക്കും ഒക്കെയാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഈ ഒരു ടേണിംഗ് റേഡിയസിൻ്റെ കാര്യം എല്ലാവരും പറയാനുള്ള പോലെ തന്നെ നല്ല പ്രശ്നമാണ്. നമ്മളൊരു വളവൊക്കെ വളച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ ഒന്ന് ബാക്ക് വെക്കേണ്ടി വരും. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ കൊള്ളാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പർ 4 വീൽ ഡ്രൈവ് കോമ്പാക്ട് SUV, അതും ഒരു ലൈഫ് സ്റ്റൈൽ വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ക പ്രാക്ടിക്കലായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കോമ്പാക്ട് SUV വിത്ത് 4 വീൽ ഡ്രൈവ് നിങ്ങൾക്ക് ഇപ്പോൾ 15 ലക്ഷം രൂപ ഓൺ റോഡ് വിലയുണ്ടായി സ്വന്തമാക്കാം. അപ്പം ജിംനി ഇപ്പം കറക്റ്റ് ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോർഷനിലാണ് ജിംനി നിലവിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു പകരക്കാരനില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ സുസുക്കി ജിംനി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് മൈജോ മോട്ടോഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് വാഹനം സ്വന്തമാക്കുക. അപ്പോൾ അത്രയും തന്നെയാണല്ലോ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.